നമസ്കാരം. അന്യോന്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ ഏക ദൃക്സാക്ഷിയായ ശ്രീ വിൽസൺ പെരേരയാണ്. നമസ്കാരം. നമസ്കാരം. ഈ കേസിലെ വാദിയായ സജിയും ഒപ്പം തന്നെ ഇരയായ രവീന്ദ്രനും, ഇരയായി ആത്മഹത്യ ചെയ്ത രവീന്ദ്രനും താങ്കളുടെ സുഹൃത്തുക്കളാണ്. താങ്കൾ എങ്ങനെയാണ് ഇവരുടെ സുഹൃത്തായി മാറിയത്? ഞാൻ 10-12 വർഷമായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 8 വർഷത്തിനുണ്ട് കൊണ്ട് തന്നെ സജിയും രവിയുമായി ഉള്ള പരിചയം ഉണ്ടെനിക്ക്. പിന്നെ എന്ന് സജിയെ പരിചയപ്പെട്ടോ അന്ന് തൊട്ട് രവിയുമായി എനിക്ക് പരിചയമുണ്ട്. കാര്യം ഇവർ രണ്ടുപേരും ഇല്ലാതെ ഒരു വേദി ഞങ്ങൾ തമ്മിൽ ഉണ്ടാകാറില്ല. നിങ്ങൾ എങ്ങനെയുള്ള സുഹൃത്തുക്കളാണ്? കച്ചവട പങ്കാളികളാണോ? ആദ്യം കടയിൽ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സംഭവങ്ങളാണല്ലോ. അപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാർ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായി. ആ സൗഹൃദം പിന്നെ നമ്മുടെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാം ആയിട്ട് സജിയുടെ വീട്ടിലും ഒക്കെ ആയിട്ടുള്ള റിലേഷനായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യും. എപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ചെന്ന് കുടുങ്ങിയിരിക്കുന്നു എന്ന് സജി അല്ലെങ്കിൽ രവി താങ്കളോട് പറഞ്ഞത്? ഈ കഴിഞ്ഞ 7-ാം തീയതി വൈകുന്നേരം ഞാൻ കുറച്ച് ദൂരത്ത് നിൽക്കുമ്പോഴാണ് എനിക്ക് സജിയുടെ ഒരു ഫോൺ വരുന്നു. വിൽസൺ ഭായ് എവിടെ നിൽക്കുന്നു എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ദൂരത്താണ്, എന്താണ് സജി പറയൂ കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫോൺ വിൽസൺ ഭായ് പെട്ടെന്ന് എൻ്റെ ഇവിടം വരെ ഒന്ന് വരണം. ഞാൻ ചോദിച്ചു എന്താണ്, ഞാനൊരു കുഴപ്പത്തിൽ പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഫോണിൽ പറഞ്ഞോളൂ, ഞാൻ കുറച്ച് ദൂരത്തായതുകൊണ്ട് ഇല്ല ഫോണിൽ പറയാൻ പറ്റുന്നില്ല, വിൽസൺ ഭായ് ഇവിടം വരെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു എങ്കിൽ ശരി ആയിക്കോട്ടെ, ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത്. പിന്നെ ഞാനിവിടെ നിന്ന് ഓടി അവിടെ എത്തുമ്പോൾ സജിക്ക് സ്റ്റീൽ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കട കാരേറ്റിലുണ്ട്. അപ്പോൾ വെഞ്ഞാറമൂട്ടിൽ പുതിയ കട തുടങ്ങുന്നു. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങൾ A to Z എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ ഇവർ രണ്ടുപേരും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരു 3-4 ദിവസമേ ഉള്ളൂ അതിൻ്റെ ഇനാഗുറേഷൻ. ആ സമയത്ത് എന്നെ വിളിക്കുന്ന ഒരു കൺഫ്യൂഷനായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കടയുടെ പരിപാടിയായി ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം സജി രവി രണ്ടുപേരും അടുത്ത് ഓടി വന്നതിൻ്റെ അടുത്ത് ഞാൻ ചിന്താണ് അത് വിൽസൺ ഭായ് ഞങ്ങൾ ഒരു റോബർട്ട് എന്ന് പറയുന്ന ഒരാൾ ഫോണിൽ വിളിച്ച് എന്നെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്ത് വിരട്ടുന്നു? അത് നിങ്ങൾ എറണാകുളത്ത് വന്നപ്പോൾ നിങ്ങളുടെ ഒരു കാസറ്റ്, നീല കാസറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ കാസറ്റിൻ്റെ ഞങ്ങളുടെ കയ്യിൽ വളരെ വ്യക്തമായിരിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് 3 കോടി രൂപ തന്നാൽ ഈ CD നിങ്ങൾക്ക് തിരിച്ചു തരാം. അപ്പോൾ വ്യക്തമായ ബ്ലാക്ക് മെയിലിംഗ് നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അങ്കലാപ്പിലാണ് ഈ സജി നിങ്ങളോട് ഇത് വെളിപ്പെടുത്തിയത്? തീർച്ചയായിട്ടും സഹായം ചോദിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ഈയൽ വിറയ്ക്കുന്നത് പോലെ എന്ത് ചെയ്യണം, ഇത് വീട്ടുകാരറിയും, നാട്ടുകാരറിയും, ബിസിനസ്സുണ്ട്, സമൂഹത്തിൻ്റെ എന്താ ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിസ്സഹായരായ രണ്ടുപേരുടെ കരച്ചിൽ. ഞാൻ ഇപ്പോൾ പറഞ്ഞ് എന്താണ് പിന്നെ ചെയ്തത്? അപ്പം ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ വെറുതെ വിളിച്ച് ചോദിക്കുമോ, ഇങ്ങനൊരു വിഷയം ഉണ്ടായോ എന്ന് ഞാൻ സജിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോൺ രണ്ടാമതും വരുന്നു. അപ്പോൾ പറയുന്നു അത് നിങ്ങൾ പൈസ നാളെ രാവിലെ 10 മണിക്ക് തരണം എന്ന് പറയും. അപ്പോൾ പറയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കുള്ള ഒരു ബിസിനസ്സുകാരനല്ല, ഞാനൊരു സാധാരണ ബിസിനസ്സുകാരനാണ്. ഈ 3 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു നാളെ രാവിലെ 10 മണിക്ക് ഏത് ബിസിനസ്സുകാരൻ്റെ കയ്യിലാണ് ക്യാഷായിട്ട് കയ്യിലുള്ളത്? നിങ്ങളൊന്ന് ചിന്തിക്കുക. അതുപോലെ ഞാൻ 1-2 ലക്ഷം രൂപ നിങ്ങൾക്ക് വേണേൽ തരാം, ദയവ് ചെയ്ത് എൻ്റെ കുടുംബം തകർക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് നീ ഇതൊന്നും പറയണ്ട, നിന്നോട് സംസാരിക്കുന്നത് നീ ഇത്രയും പവർഫുൾ മനുഷ്യനാണെന്ന് അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരം, അല്ല പൊട്ടന്മാരല്ല എന്ന് പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തു. ഇത് റോബർട്ടാണ് വിളിക്കുന്നത്? റോബർട്ടാണ്. അപ്പോൾ ഇത് ഞാൻ സ്പീക്കർ ഫോണിൽ ഞാൻ അറ്റ് പ്രസന്റ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നും തോന്നിയില്ലേ? ഇല്ല, റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം എൻ്റെ ഫോണിലും ഇല്ല. അത് അപ്പോൾ രവിയുടെ ഫോണിലേക്കാണ് ഈ ഫോൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് ഞാനും അങ്ങ് സ്റ്റണ്ടായി പോയി. ഇങ്ങനെ ഒരു സംഭവം വരുന്നു, ഇത് ആരുടെ ഇങ്ങനെയൊക്കെ ഒരു ഫോൺ ഇത്? അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് സജി ഇതെന്താണ്? അപ്പോൾ രവിയോട് ചോദിച്ചു, രവിജി ഈ പറയുന്ന ടീമുമായിട്ട് എന്തെങ്കിലും? രവിജി ഞാൻ എറണാകുളത്ത് വെച്ച് ഇവരുമായി ഒരു പ്രാവശ്യം ഇങ്ങനെ പോയിരുന്നു. ഞാൻ അപ്പം ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ഇത്? അതൊന്നും എനിക്കൊരു ഓർമ്മയില്ല, ഇപ്പോൾ ഇവരിങ്ങനെ പറയുന്നതാണ് അറിയുന്നത്. അപ്പോൾ സജി മുകളിലായിരുന്നു, മദ്യം കഴിച്ച് പറഞ്ഞുകൊണ്ട് 2ാമത്തെ നിലയിൽ കിടന്നുറങ്ങുമായിരുന്നു, പുള്ളിയില്ലായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ സജിയുടെയും നീലച്ചിത്രം ഉണ്ട് എന്നാണ് വിളിക്കുന്ന റോബർട്ട് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സജിയോട് ചോദിച്ചു, സജി നിങ്ങൾ എന്നാ പറയുക, എൻ്റെ അമ്മയാണോ സത്യം വിൽസൺ ഭായ്? ഞാൻ ഇത്തിരി വെള്ളം അടിച്ച് ഇത്തിരി ക്ഷീണവും കൊണ്ട് ഞാൻ കട്ടിലേ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കിടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ എൻ്റെ CD ഉണ്ടാവത്തില്ല. നീലച്ചിത്രം ചിത്രീകരിക്കാൻ വേണ്ടി
ഇവര് അടുത്ത് വരികയും അങ്ങനെ ഒരു ചിത്രീകരണം നടക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് സജിക്ക് അറിയത്തില്ല. ഓർമ്മയില്ല. വെള്ളം കഴിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു, ഡയബറ്റിക് ആണ്. സമ്പന്നനാണ്, ഇത്രയും തുക തരാൻ കഴിയുമെന്ന് വിചാരിച്ച് പെടുത്തുകയായിരുന്നു. എന്നിട്ട് നിങ്ങൾ പിന്നീട് പോലീസിൽ അറിയിക്കുകയാണോ ചെയ്തത്? അല്ല, അപ്പോൾ രണ്ടാമത് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഫോൺ വന്നു. പൈസ ഇല്ല എൻ്റെ കയ്യിൽ തരാൻ, 2 ലക്ഷം വേണേൽ തരാമെന്നാണ് സജി കരഞ്ഞുകൊണ്ട് പറയുന്നത്. അപ്പോൾ സാമ്പത്തികം ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഫോൺ നീ സാമ്പത്തികം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഫോണായിരുന്നു വന്നത്. നീ ഒരു കാര്യവും തിരിച്ച് ഇങ്ങോട്ട് സംസാരിക്കേണ്ട, പറയുന്നത് കേട്ടോളൂ. നിൻ്റെ ഒരു കടയുടെ ബിസിനസ് ഇതാണ്, ഒരു ദിവസത്തെ, ഒരു മാസത്തെ ബിസിനസ് ഇത്. നിൻ്റെ ആ കട കിടക്കുന്ന ഇന്ന സ്ഥലത്താണ്, നീ പുതിയ കട തുടങ്ങുന്നത് ഇന്ന സ്ഥലത്താണ്, നിൻ്റെ ഭാര്യയുടെ പേര് ഇതാണ്, നിൻ്റെ ഭാര്യയുടെ വീട്ടുകാരായ അച്ഛനും അമ്മയുടെയും ആളുകൾ ഇതൊക്കെയാണ്, നിൻ്റെ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലം ഇതാണ്, നീ ഉപയോഗിക്കുന്ന കാർ ഇതാണ്, നിൻ്റെ എവിടെയൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, നിൻ്റെ മകൾ പഠിക്കുന്ന സ്കൂൾ ഇതാണ്. അപ്പം നീ ഇത്ര മാത്രം കൃത്യമായി നിന്നെ സ്കെച്ച് ചെയ്തതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് നിന്നെ കുടുക്കിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കുക, നാളെ 10 മണിക്കകത്ത് നീ പൈസ തന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഈ CD നിൻ്റെ വൈഫിൻ്റെ കയ്യിലും വൈഫുമാരുടെ കയ്യിലും CD നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലും യൂട്യൂബിലും പബ്ലിഷ് ചെയ്യുന്നത് കൂടാതെ നാളെ രാവിലെ നീ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വെഞ്ഞാറുമൂട് സ്റ്റേഷനിൽ ഒരു പരാതി ഞാൻ കൊടുക്കും. രാവിലെ ഉണ്ടാവും, 10 മണി കഴിഞ്ഞാൽ നീ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. റോബർട്ടിന് പകരം സ്ത്രീ തന്നെയായോ? റോബർട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ വെഞ്ഞാറുമൂട് സ്റ്റേഷനിൽ പരാതി കൊടുക്കും, നീ നോക്കിയോ നിൻ്റെ സമയം രാവിലെ 10 മണി വരെയാണ് എന്ന് പറഞ്ഞ് വീണ്ടും ഫോൺ കട്ടായി. ഇത് കേട്ടപ്പോൾ എനിക്കങ്ങ് പെട്ടെന്ന് ടെൻഷനായി. അവന് നമ്മൾ ടെൻഷൻ അടിച്ച് ഇരുന്നിട്ട് കാര്യമില്ല, റിയാക്ട് ചെയ്യേണ്ട സമയമായെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്ക് നേരെ വെഞ്ഞാറുമൂട് സ്റ്റേഷനിലേക്ക് പോവാം. ഒന്ന് വിൽസംഭായി എൻ്റെ വീട്ടിൽ അറിയും, പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ പോലീസ് ആത്മഹത്യ ചെയ്യേണ്ടിയല്ല, വേറെ മാർഗ്ഗമില്ല, രണ്ടും കരയുകയാണ്. ഞാൻ പറഞ്ഞ് നാളെ രാവിലെ റേപ്പ് എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ അവരവിടെ കൊടുത്താൽ സത്യമുണ്ടോ ഇതുണ്ടോ എന്ന് കാര്യം ജനം രണ്ടാതെ അറിയത്തുള്ളൂ. തീർച്ചയായിട്ടും ചാനലുകാരും വന്ന് വ്യവസായ പ്രമുഖൻ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മുട്ടുകുത്തി നിന്നാൽ ഈ സാധനം ആരുടെ മുമ്പ് വെളിപ്പെടുത്താൻ പറ്റില്ല. മര്യാദയ്ക്ക് വണ്ടി കയറാൻ പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് വെഞ്ഞാറുമൂട് സ്റ്റേഷൻ, ഞാൻ പരിചയമില്ല, ചെന്നങ്ങ് കയറി. അപ്പോൾ മുൻകൂർ പരാതി നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. അത് എൻ്റെ ബുദ്ധി തോന്നിയതാണ്, അവരെ ബുദ്ധി തോന്നിയതല്ല. അപ്പോൾ മേളിൽ കയറി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ വിജയൻ എന്നാണ്, അദ്ദേഹത്തിനെ കാണാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ മാറ്റേഴ്സ് മുഴുവൻ കേട്ടതിന് ശേഷം പുള്ളി എന്നോട് ഒരു സജഷൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ പരാതി ഇവിടെ തരിക, കാര്യം ഇത് പെണ്ണുവിഷയമായതുകൊണ്ട് ഏത് കേരളത്തിൽ ഒരു പേപ്പർ എഴുതി തന്നാലും അന്വേഷിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഒരു പരാതി ഇവിടെ എഴുതി തരിക, SIക്ക് എഴുതി കൊടുക്കുക, ആ പരാതി ഞാനിവിടെ അന്വേഷിക്കും. പക്ഷേ നിങ്ങളോടൊരു അഡ്വൈസ്, ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ, നിങ്ങൾ ഈ വിഷയം നടന്ന പ്ലേസ് എറണാകുളമാണ്. എറണാകുളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. എറണാകുളത്ത് പോയി പിന്നെ അവിടുത്തെ ഒരു മേലുദ്യോഗസ്ഥനുമായി ബന്ധപ്പെടുന്നതായിരിക്കും ഈ കേസിൻ്റെ സ്പീഡായിട്ടുള്ള മൂവ്മെൻറ്റ്സിന് ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇദ്ദേഹം തന്ന അഡ്വൈസ് കൃത്യമാണെന്ന് എനിക്ക് എൻ്റെ മനസ്സൊക്കെ പറഞ്ഞു. ഞാൻ വേറെ ഒന്നും നോക്കില്ല. അപ്പോൾ രാത്രി ഏകദേശം വൈകിയിരിക്കുന്നു. പിന്നെ എറണാകുളം വരെ വണ്ടി ഓടിക്കാനുള്ള ക്ഷീണം, അവിടെ നിന്ന് ഞാൻ ഓടിച്ചു വന്ന ക്ഷീണം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചു, സുഹൃത്തിനോട് വരണം വണ്ടി ഓടിക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരുമായിട്ട് റിവ്യൂട് പറഞ്ഞു. സജി പെട്ടെന്ന് പർച്ചേസിങ്ങിന് പോയിരിക്കുക, പുതിയ ഇനാഗറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടി വരുന്നു. അതുകൊണ്ട് രവി ഇവിടെ അടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ജനത്തിനെ ബോധ്യപ്പെടുത്തിക്കണം, ഞങ്ങൾ പോയിട്ട് വരുന്നവിടെ ആരും ചോദിക്കരുത് എവിടെ പോയിരിക്കുന്നു എന്ന്. ഈ പുതുതായിട്ട് തുടങ്ങുന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ആ പരിപാടിയൊക്കെ നോക്കാൻ രവി അവിടെ നിർത്തി. സജിയും താങ്കളും സുഹൃത്തും കൂടി എറണാകുളത്തേക്ക് പോയി. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ലൂസിയ ഹോട്ടലിൽ റൂം എടുക്കുന്നു. ലൂസിയ ഹോട്ടലിൽ റൂം എടുത്ത് കുറച്ചേ ഉറങ്ങാൻ പറ്റുള്ളൂ. നേരം വെളുത്ത് 8:30 മണിയായപ്പോഴത്തേക്ക് സെൻട്രൽ സ്റ്റേഷൻസ് ACയുടെ ഓഫീസിലേക്ക് ചെന്നു. അപ്പോൾ ACയുടെ ഓഫീസിൽ പരാതി പരാതി പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി, താഴേക്ക് പോകാതെ. അപ്പോൾ ചെന്ന് ഇപ്പോൾ റെക്സ് ബോബി എന്ന് പറയുന്ന അദ്ദേഹമാണ് അവിടുത്തെ ACP കാണുന്നു. ACPയോട് നമ്മൾ ആവലാതി ഇങ്ങനെ സംഭവിച്ചു പോയി സാറെന്ന് പറഞ്ഞു. അപ്പോൾ ആര് പോയാലും വന്നാലും തെറ്റാ. പോലീസിനോട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയുകയും ഒക്കെ ചെയ്തോ? നിങ്ങളുടെ വശത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം മുഴുവൻ ഞാൻ പറഞ്ഞു. നമ്മൾ A to Z കാര്യങ്ങൾ സത്യമല്ലാതെ മറ്റൊരു കാര്യം അറിയാം. പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗത്തേക്ക് പോകാണ്ട് നാളെ അന്വേഷിച്ചിട്ട് വാദി പ്രതിയാവുന്ന അവസ്ഥയിലേക്ക് വരരുത്. സത്യം നടന്ന കാര്യം പോലീസിനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തെറ്റ് പോയി, നിൻ്റെ സുഹൃത്ത് പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നുവെങ്കിലും അത് തെറ്റ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും എറണാകുളം ജില്ലയിൽ ഇങ്ങനൊരു പരാതി നിരവധി പേര് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സ്ത്രീകളാൽ ചീറ്റ് ചെയ്യപ്പെടുന്നതിന് ഒരു പരാതി വലിയ മുതലാളിമാർ മേടിക്കും, അല്ലെങ്കിൽ പൈസ മേടിക്കുന്നത് കൊണ്ടുപോകുന്നു എന്നൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. ആ ഒരൊറ്റ പ്രിഫറൻസിൽ നിങ്ങളുടെ ഈ കാര്യം സാറേ നാട്ടിലറിയാം, അത് ഞങ്ങൾ നോക്കിക്കോളാം. പോലീസ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇടപെട്ടത്. പ്രത്യേകിച്ച് റെക്സ് ബോബി സാർ. അപ്പം തന്നെ അവർ DCPയെ ബന്ധപ്പെട്ടു. സാറ് തന്നെ ബന്ധപ്പെട്ടിട്ട് മാറ്റർ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അവരുടെ ഡയറക്ഷനിലൂടെ വെച്ചുകൊണ്ടാണ് റെക്സ് ബോബി സാർ നമ്മളോട് മീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാവിലെ
10 മണിക്ക് പൈസയുടെ ടൈമായി. അപ്പം തന്നെ റോബർട്ട് വീണ്ടും വിളിക്കുന്നു. നിങ്ങളെവിടെ നിൽക്കുന്നു? നിങ്ങളെ ഞാൻ വിളിച്ചത് മണി 9 ഇനി 1 മണിക്കൂറോടെ നിങ്ങളെ സമയമുള്ളൂ, അതറിയാം. അപ്പോൾ വീണ്ടും അപ്പോൾ സ്പീക്കർ ഫോൺ ഇട്ടോളാൻ പറയുന്നു റെക്സ് ബോബി സാറ്. അപ്പോൾ സാറ് മുഴുവൻ കേൾക്കുന്നു. പുള്ളി ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് മുഴുവൻ ഇപ്പോൾ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് കേൾക്കാതെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിരട്ടി കട്ട് ചെയ്തപ്പോൾ സാറ് പറഞ്ഞു, ഡേ ഈ CD ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിൻ്റെ സുഹൃത്തിന് അറിയാമോ? ഇവിടെ വന്നിട്ടില്ലല്ലോ. ഇല്ല, അവനറിയാമോ CD പിടിച്ചിട്ടുണ്ട്? ഉണ്ടെങ്കിൽ സാറേ CDയുടെ കാര്യം ഇങ്ങനെയാണ് നടന്നതുകൊണ്ട് എനിക്ക് രവിയുടെ കാര്യം കൃത്യമായിട്ട് അറിയത്തില്ല, എൻ്റെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ തിരിച്ച് വിളിച്ചിട്ട് ഈ CD നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് പറയുന്ന മാത്രമല്ലേ ഉള്ളൂ. എനിക്കൂടെ ഒന്ന് ബോധ്യമാവണ്ടേ, പൈസ തരേണ്ട ആൾ ഞാനല്ലേ. അതൊന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റിയാൽ പൈസ കൊടുത്ത് തരുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞു. പിന്നെന്താ, CD നിനക്ക് നാളെ തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ തരും എന്ന് ചോദിച്ചപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറയും. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ പറയുന്നത് CD തമ്മനം എന്ന സ്ഥലത്ത് റുക്സാന എന്ന് പറയുന്ന പെൺകുട്ടി കൊണ്ട് തരും എന്ന് പറയും. ഇത് കേസിലെ പ്രതിയാണ്. അപ്പോൾ റുക്സാന ഞാൻ എറണാകുളത്ത് എനിക്ക് അത്യാവശ്യം ബന്ധമുണ്ടായതുകൊണ്ട് തമ്മനം എന്ന് പറയുന്ന പ്ലേസ് അത്ര സുഖമല്ലാത്തതുകൊണ്ടും ഇതൊരു തട്ടിപ്പ് കേസായതുകൊണ്ട് ആ പ്രദേശത്തുള്ള മറ്റ് ക്രിമിനൽസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ ആരെങ്കിലും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നൊരു ഭയം എനിക്ക് വന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സജിയുടെ അടുത്ത് എഴുതി കാണിച്ചു, തമ്മനം എന്ന് പറയുന്ന റിമോട്ട് പ്ലേസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ആ ജനം അറിയാവുന്ന, ഞങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നതല്ലേ, ചെറിയ സ്ഥലം പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് എഴുതി കാണിച്ചു വരും. പെട്ടെന്ന് അതനുസരിച്ച് സജി ഫോണിൽ കൂടെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ കാക്കനാട് പിന്നെ കളക്ട്രേറ്റിൻ്റെ മുന്നിലുള്ള SBT കൗണ്ടറിൻ്റെ മുമ്പിൽ എത്താൻ പറഞ്ഞു. ഇതൊക്കെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ SCP മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി എങ്കിൽ ഞങ്ങൾ എത്തിക്കോളാം എന്ന് എഴുതി കാണിച്ചിട്ട് പറഞ്ഞ്, അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ പറഞ്ഞ് നിങ്ങൾ അവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ സാർ എഴുതി കഴിഞ്ഞ് ഓക്കെ എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് സജി ഓക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ മഫ്തിന്ന് റെക്സ് ബോബി സാറ് നമുക്ക് പോലീസുകാരെ വിട്ടു തന്നു. അപ്പോൾ അവരോടൊരു ഡയറക്ഷൻ കൊടുത്തിരുന്നു, ഒരു കാരണവശാലും ഇവരെ പിടിക്കരുത്, ഈ CD എത്തുന്നവൻ ഏറ്റവും താഴത്തെ കണ്ണിയിൽ ഒരുത്തനായിരിക്കും, ഇവരെ പിടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മേളിലുള്ള കംപ്ലീറ്റ് എണ്ണ എസ്കേപ്പ് ആവും, ഈ സാധനം അവിടെ കൊണ്ട് നിൽക്കും, പിന്നെ 1 മാസമെങ്കിലും കഴിയും തുടങ്ങാൻ, പിടിക്കണ്ട, CD മാത്രം പിടിക്കുക എന്നുള്ള ദൗത്യമുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ഇവരെല്ലാം നോക്കി വന്ന് നമ്മൾ ആ ചുറ്റുമൊക്കെ നിന്ന്, നമ്മളിതൊന്നും അറിയുന്നില്ല, വന്ന് കയറി വന്ന്. അപ്പോൾ ഇവള് വന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഈ റുക്സാനയാണ് വരുന്നത്. റുക്സാനയ്ക്ക് വരാൻ പറ്റുന്നില്ല എന്ന് ഒരു ഫോണിലിടയ്ക്ക് വിളിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ വരികയാണ് കാക്കനാട്ടത്തേക്ക് എന്ന് പറഞ്ഞാൽ ആരും സംസാരിച്ചു? ഈ വിന്ധ്യാസ് തോമസ് സംസാരിക്കുന്നു. അപ്പോൾ ആ കുട്ടിയുടെ പേര് ആദ്യം വേറെ പേര് പറഞ്ഞാണ് സൂര്യയാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യ വരുന്നു എന്ന് പറഞ്ഞു. സൂര്യയാണ്, ശരി ഓക്കെ കാര്യങ്ങൾ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഈ സൂര്യ എന്ന് പറഞ്ഞ് നമ്മളെ സെൽഫ് ഞാൻ ചോദിച്ചു, സൂര്യ വരുമ്പോൾ ഇവിടെ അറിയാം, വരട്ടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ടെൻഷനിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ, അവർ നോക്കാം. അങ്ങനെ അവരവിടെ നമ്മൾ പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ചെന്ന് കയറി കളയിൽ. കൊല്ലത്തുനിന്ന് വന്നവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് വഴി അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഇച്ചിരി വഴി തെറ്റി സമയമൊക്കെ തെറ്റിയിട്ട് എന്നാൽ ഇവളെങ്ങും പോത്തില്ല, അവിടെ തന്നെ നിൽക്കും. കാര്യം ഈ ഡീൽ ഉറപ്പിക്കാനുള്ള ആകെ സംഭവം ഇതാണ്. അപ്പോൾ ഞങ്ങൾ പറയും വഴി തെറ്റിപ്പോയി. ആ ഫോൺ നമ്മൾ തന്ന റെക്കോർഡ് ചെയ്യപ്പെട്ട ഫോണുകളിൽ ഈ സൂര്യയുടെ പെൺസ്വരവും ഉണ്ട്, മറ്റേ റോബർട്ടിൻ്റെ ആൺസ്വരവും ഉണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നത് റോബർട്ടായിട്ട് സംസാരിച്ചതും ടെലിഫോണിലെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് റോബർട്ടായിട്ട് സംസാരിച്ചതും സൂര്യ തന്നെയാണ്. ആ സൂര്യ വിന്ധ്യാസ് തോമസ് ആണ്. ഈ സൂര്യ എന്ന് പറയുന്ന പേര് കൈരളി ചാനലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് ഞാനിത് കണ്ടുകൊണ്ടിരുന്നതാണ്. സൂര്യ എന്ന പേര് അവൾക്കില്ല, എൻ്റെ പേര് വിന്ധ്യാസ് തോമസ് എന്നാണ്. ഈ സൂര്യ എന്ന പേര് എറണാകുളം നോർത്ത് സ്റ്റേഷൻ CI ഇട്ട പേരെന്നാണ്. അതിനു മുമ്പേ കേസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സൂര്യയാണെന്ന് പറഞ്ഞ് ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഫോണിൻ്റെ ക്ലിപ്പിങ്സ് റെക്കോർഡ് ചെയ്ത കോപ്പിയാണ് ഇപ്പോൾ കയ്യിലുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ആദ്യത്തെ കള്ളത്തരം ഞാൻ പറയുമ്പോൾ 2 കാര്യങ്ങൾ പൊളിയുകയാണ്. 2 കാര്യങ്ങളെയാണ് താങ്കൾ ചോദ്യം ചെയ്യുന്നത്. അതെ, വിന്ധ്യാസ് തോമസ് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ആരുടെയും നീലചിത്രം ചിത്രീകരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇത് 2നും നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ട്. ഒന്നാമത്തെ കാര്യം, അതിലിപ്പോൾ ആദ്യം പുറത്തു വന്നിരിക്കുന്നത് നിങ്ങൾ ടെലിഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് റിലീസ് ചെയ്യാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും റിലീസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ അഭിമുഖം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അത് ജനങ്ങളെ കേൾപ്പിക്കാൻ കഴിയും. തീർച്ചയായിട്ടും കേൾപ്പിക്കാൻ കഴിയും. ജനങ്ങളെ കേൾക്കേണ്ടതാണ്. കാരണം പലതരത്തിലുള്ള വേർഷൻസ് ഒരേപോലെ പുറത്തു വരികയാണ്. ബ്ലാക്ക് മെയിലിംഗ് നടന്നു, ഇല്ല,
ഉന്നതരുണ്ട് ഇല്ല, ഉള്ളവരുടെ പേരുകൾ പലതവണ പലത് ആയിട്ട് പറയുന്നു, പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു, ആളുകൾക്ക് ആശയക്കുഴപ്പമാണ്. അതുകൊണ്ട് ഉള്ള തെളിവുകളെങ്കിലും പുറത്തു വരട്ടെ എന്ന നിലയ്ക്ക് ഇത് പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. എന്നിട്ട് CD തന്നോ ഇവര്? CD അവിടെ വെച്ച് തന്നു. CD തന്നു കഴിഞ്ഞപ്പോഴേക്ക് പോലീസ് നമ്മളെ വണ്ടിയിൽ കയറി. അതുവരെ വേറെ കാര്യം, ഇത് തൊണ്ടി മുതലാണല്ലോ. അപ്പോൾ രണ്ടുപേരും കയറി. ഞാൻ പറഞ്ഞു സാറേ CD എൻ്റെ തരണ്ട, SCPD കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് രശ്മി എന്ന വിന്ധ്യാസിനെ പോകാൻ അനുവദിച്ചു. കുള്ളാട്ടങ്ങ് പോയി, അടുത്ത നടന്നങ്ങ് പോയി, പുറത്തോട്ട് പോയി പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത സംഭവം എന്നുള്ള നേരെ പോലീസ് നമ്മളെ റെസ്പോയ് സാറിൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുന്നു. റെസ്പോയ് സാറ് ലാപ്ടോപ്പ് എടുത്ത് വെച്ചിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ. അപ്പോൾ കിട്ടിയെന്നാണ് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. മുമ്പേ ലാപ്ടോപ്പ് ഓക്കെയാണ് ടേബിളിലിട്ട് ലാപ്ടോപ്പിൽ ഇട്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുന്നു, CD ഇട്ട് കാണുന്നു, സജി ഇങ്ങനെ നോക്കുന്നു, വീണ്ടും ഇതിലേക്ക് നോക്കുന്നു. അപ്പോൾ പുള്ളിയുടെ മുഖം, അപ്പോൾ റെക്സ് ബേബി സാറിന് മാത്രമേ ഇത് കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ ഇപ്പുറത്താണ് കാണുന്നില്ല. വീണ്ടും പുള്ളി എന്നെ ഇങ്ങനെ സജിയെ നോക്കുന്നു, വീണ്ടും ഇതിലേക്ക് നോക്കുന്നു. അപ്പോൾ പുള്ളിയുടെ മുഖത്തൊരു വരച്ച് കടുപ്പം കയറി വന്നിട്ട്, ഇത് താനല്ലല്ലോടോ, ഇത് വേറെ ആരേണ്ട പടമാണല്ലേ, ഇത് വന്ന് നോക്കുന്ന ഒരു വരെ ആരോ സുഖമില്ലാത്ത രീതിയിൽ വന്നിട്ട് നോക്കടാ ഇത് എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്ക് ഞാൻ അവിടെ നിന്നു. ഞാൻ ഇതിനകത്ത് ഒന്നും അല്ലല്ലോ, അപ്പം കൂടെ വന്നു എന്നല്ലേ, എനിക്കിത് പോയി കാണാൻ. അപ്പോൾ സജി വന്ന് നോക്കിയാൽ പറയാം, അയാൾക്ക് സ്വയബോധം ഇല്ലാതെ നിൽക്കുക, ഇയാളോട് വന്ന് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് രവിയുടെ പടമാണ് കയ്യിലിരിക്കുന്നത്. ഈ രവിയാണ് പിന്നീട് ആത്മഹത്യ ചെയ്യുന്നത്. ഞാനീ പറയുന്ന ഈ രവി, അപ്പോൾ സജിയുടെ ചിത്രം ഉണ്ടായിരുന്നില്ല, നീലചിത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നീലചിത്രം ഉണ്ടായിരുന്നോ ഇല്ലെന്ന് കൺഫേം ആവുന്നത് ഈ റുക്സാനെ പിടിച്ചതിന് ശേഷമാണ്. ഓക്കെ. ഇത് കഴിഞ്ഞ് ഈ പടം രവിയുടെ കയ്യിൽ CD ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിടം തൊട്ട്. അത് എത്ര നേരം ഉണ്ടായിരുന്നു? അതൊരു 2 മിനിറ്റ് 3 മിനിറ്റോളം ഉണ്ട്. ഏത് രീതിയിൽ ചിത്രീകരിച്ചതാണ്? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെ വളരെ റെസൊല്യൂഷൻ കൂടിയ ഭയങ്കര ഫോർമാറ്റുള്ള ക്യാമറയിൽ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അത് എൻ്റെ ഒരു അവസരം ഞാൻ പറഞ്ഞുതരാം. രവി അവിടെ നിൽക്കുന്നു, പുള്ളിക്കാരൊരു ടവലെടുത്ത് കുളിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നു, കിടപ്പറ ദർശനത്തിലേക്ക് പോവുകയാണ്. അതിനൊരു ശരിയായ എൻഡും ആ ഭാഗത്തേക്കുണ്ട്. ഈ CD ഇല്ല എന്നുകൊണ്ടാണ് കൈരളി ചാനലിൽ ഇരുന്ന് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ CD ഞാൻ കണ്ടതാണ്, ഈ CD ഞാൻ കണ്ടതാണ്. ഈ CD-യിലെ മുഴുവൻ സംഭവം ഒറ്റ സാക്ഷി ഞാനാണ്. താങ്കൾ തുറന്നു പറയാൻ, ഈ കേസിന്റെ ഏത് ഘട്ടത്തിൽ തുറന്നു പറയാൻ വിഷയം ഫേസ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. വിൽസൺ പെരേരയുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത ലക്കത്തിൽ കാണാം. നമസ്കാരം.